പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം പാപികളെ തേടി വന്ന യേശു. 1 തീമോത്തി 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1 തീമോത്തി 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയതാണ് ഈ വാക്യം. അതായത് 16-ഉം 17-ഉം വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിക്കോ, നമുക്ക് അത് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലിരുന്ന കർത്താവ് തൻ്റെ മണിവേളയെല്ലാം വിട്ട്, തൻ്റെ എല്ലാ മഹിമകളും വിട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി, ഈ ലോകത്തിലേക്ക് എല്ലാ പദവികളും വിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിനാണ് വന്നത്? പാപികളായ നമ്മളെ തേടി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. ഒരു മൃഗമായിട്ടോ ഒരു പക്ഷിയായിട്ടോ ഒരു പാമ്പായിട്ടോ ഒന്നും വന്നാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാം വിട്ട് നമ്മുടെ മധ്യത്തിൽ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. മനുഷ്യരും ദൈവവുമായിട്ടുള്ള സംബന്ധം കളഞ്ഞുപോയി. ആ സംബന്ധത്തിനെ ഒന്നിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. സംബന്ധം കളഞ്ഞു പോകാൻ കാരണം എന്താണ്? മനുഷ്യർ പാപം ചെയ്തു. മനുഷ്യര് ദൈവത്തിന് അവിധേയരായി ജീവിച്ചു. അതുകൊണ്ടാണ് മനുഷ്യരും ദൈവവുമായിട്ടുള്ള സംബന്ധം കളഞ്ഞുപോയി. അങ്ങനെ പാപികളായി ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അവരെ എങ്ങനെയാണ് രക്ഷിക്കണം, സ്വർഗത്തിൽ കൊണ്ടുപോകണം, ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലണമെന്നൊരു ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൾ ഒരു മകനെ പ്രസവിക്കും. മറിയയുടെ അടുത്ത് ശിഷ്യന്മാർ വന്ന് നിന്നുകൊണ്ട്, അല്ല, യഹൂദന്മാർ വന്ന് നിന്നുകൊണ്ട് മറിയയുടെ അടുത്ത് പറയുന്ന വാക്കാണിത്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതൻ മറിയോട് പറഞ്ഞ വാക്കാണിത്. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും വിടുവിച്ച് രക്ഷിപ്പാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്നത്. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. നമ്മളെ രക്ഷിക്കാൻ വന്ന ദൈവമാണ്. ഇവിടെ നിന്ന് നമ്മൾ എവിടെയോ കിടന്നവരാണ്, പാപക്കുഴിയിൽ വീണ് കിടന്നവരാണ്, ഇരുട്ടത്തിരുന്നവരാണ്. ഇരുട്ടത്തിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ദൈവം നമ്മളെ തേടി വന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 6-7 വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. സകലത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവപുത്രൻ മനുഷ്യരായ എന്നെയും നിന്നെയും രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്നത്. മഹാസ്നേഹത്തെ വർണ്ണിക്കുവാൻ നമ്മുടെ നാവ് മതിയാകത്തില്ല. മനുഷ്യബുദ്ധിക്ക്, ഈ ലോകത്തിലെ മനുഷ്യബുദ്ധിക്ക് അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അവർക്കത് ചിന്തിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം നമ്മൾ നശിച്ചു പോകേണ്ടിയവരാണ്, നിത്യ നരകത്തിലേക്ക് പോകേണ്ടിയവരാണ്. നമ്മളെ വിളിച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുവിച്ച് അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നല്ല മക്കളാക്കി തീർത്തിരിക്കുകയാണ്. പ്രിയ മക്കളെ, ദൈവം ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ, യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ അനേകരുടെ പാപങ്ങൾ ക്ഷമിച്ചത് ബൈബിളിൽ കൂടി
നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ലൂക്കോസ് 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇതുപോലെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഒരു 4 പേര് കൂടി ഒരു പക്ഷവാത രോഗിയെ എടുത്തോണ്ട് വന്നിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർക്ക് ഒരു വിധത്തിലും പറ്റാതെ വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നത് വിചാരിച്ച് ആ വീടിൻ്റെ മേളിൽ ഏണിയാക്കി അവർ മേളിൽ കയറി ആ ഷീറ്റുകളെല്ലാം എടുത്തു മാറ്റി യേശു എവിടെ നിന്ന് പ്രസംഗിക്കുന്നോ അവിടോട്ട് ഈ പക്ഷവാത രോഗിയെ ഇറക്കി വെച്ചു. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ പക്ഷവാത രോഗിയോടെ യേശു പറയുകയാണ്, ലൂക്കോസ് 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപങ്ങൾ മോചിപ്പാൻ ഇവൻ ആരാണ്? അവിടെ ഇരുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുശുകുശുകയും പിറുപിറുക്കുകയും ചെയ്യാൻ തുടങ്ങി. യേശുവിനുടനെ അവൻ ദൈവമാണ്, മനുഷ്യരൂപത്തിൽ വന്നെങ്കിലും അവൻ ദൈവമാണ്. ഇവര് പിറുപിറുക്കുന്നതെല്ലാം അവന് മനസ്സിലായിട്ട് പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. ഇവരുടെ ചിന്ത കണ്ട് ദൈവം 24-ാമത്തെ വാക്യം, 5-ാം അധ്യായം 24-ാമത്തെ വാക്യം, പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. കാലില്ല, കൈയില്ല, വായില്ല, മുട്ടി നോക്കിയ ഒരു ശ്വാസം മാത്രമുണ്ട്. അവനെ ഒരു പായ്ക്കകത്ത് തീർത്തങ്ങാണ്ടാണ് അവർ കൊണ്ടുവന്ന് യേശുവിൻ്റെ കീഴിൽ അവൻ ചാടി എഴുന്നേറ്റ് ആ പായും തലവണയെല്ലാം മടക്കി അവൻ്റെ തലയിൽ വെച്ചുകൊണ്ട് അവൻ ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് അവൻ എങ്ങോട്ടാണ് പോയത്? ചർച്ചിലേക്കാണ് പോയത്. അവൻ ചർച്ചില് നിന്നെ സൗഖ്യമാക്കിയത് ആരാണ് എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തുകയും ഓരോരുത്തരെല്ലാം അവനോട് ഓരോന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവന് ആരാ സൗഖ്യമാക്കിയെന്നോ ഒന്നും അറിയത്തില്ല. അവൻ അങ്ങനെ ചർച്ചിൽ നിൽക്കുമ്പോൾ കർത്താവ് അവനോട് ചെന്ന് പറയുന്ന വാക്കാണ് അതായത് 26-ാമത്തെ വാക്യം, വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. 26-ാമത്തെ വാക്യം, അവനെല്ലാം എടുത്ത് കെട്ടി തലേ വെച്ചോണ്ട് ഓടിപ്പോകുമ്പോൾ ജനങ്ങളെല്ലാം 26-ാമത്തെ വാക്യം, ഭയം നിറഞ്ഞവരായി ഇന്ന് അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ അവർ കണ്ടു കാണത്തില്ല ഇത്രയും വലിയ അത്ഭുതം. ഒരു പക്ഷവാത രോഗി. പ്രിയ മക്കളെ, അന്ന് നടന്നതല്ല, ഇന്നും നടക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ മധ്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവന് എന്നും എന്നേക്കുമുള്ള ദൈവമാണ്. അവൻ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം, ഓരോ ദിവസവും ഏതെല്ലാം രീതിയിലുള്ള രോഗികൾ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങൾ വിട്ടോടുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ 4 പേരകത്തോട്ട് കയറി വരും. എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം വേണ്ട, ഞാൻ ഭയങ്കര കഷ്ടത്തിലാണെന്ന് ആ ചേച്ചി പറയുന്നു. ഭർത്താവിനെ കണ്ടാലപ്പ അവൻ ഇങ്ങനെ ഇരിക്കുന്നത്, അവന് ജോലി ചെയ്യാനൊന്നും കഴിവില്ലെന്ന് പറയുന്നു. അവരുടെ കുടുംബത്തെ സാത്താൻ നശിപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉടനെ ആ സ്ത്രീ എടുത്തടിച്ച് താഴെ വീണ് ഉരുണ്ട് തലയിട്ട് അടിക്കാൻ തുടങ്ങി. എൻ്റെ പെരയ്ക്കകത്തായിരുന്നു, എൻ്റെ ഹാളിനകത്ത്. ഞാൻ ഉടനെ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പുറകോട്ടോ നോക്കരുത്, നീ എവിടുന്ന് വന്നോ അവിടേക്ക് പൊക്കോളാൻ പറഞ്ഞു. നീ പോയെന്ന് എനിക്കറിയണം. നീ മുട്ടുകുത്തി കൈ മേളിലോട്ട് ഉയർത്തി കൂപ്പി പിടിച്ച് 3 പ്രാവശ്യം നിലത്തടിച്ച് പോണമെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്ത് അവരെ ഞാൻ ചായയെല്ലാം അനത്തി കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. പ്രിയ മക്കളെ, ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ആ പാർശ്വവാദ്യ രോഗിയെ സൗഖ്യമാക്കിയ ദൈവം ഇന്നും പാർശ്വവാദ്യ രോഗിയെ സൗഖ്യമാക്കുന്നു.
കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കുന്നു, ചെവി കേൾക്കാത്തവർക്ക് ചെവി കൊടുക്കുന്നു. അനേക അത്ഭുതങ്ങൾ മാറുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അവിടെ പാപം ക്ഷമിച്ചു, അവൻ്റെ പാപം ക്ഷമിച്ചു. പാപികളെ രക്ഷിക്കാനാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇനിയും തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുത്. 5-ാമത്തെ വാക്യം. 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന് പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അതിനകത്ത് അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയ കൂട്ടം ആ കുളത്തിൽ വെള്ളം കലക്കും. ദൂതൻ എപ്പോഴെങ്കിലും വന്ന് വെള്ളം കലക്കും. വെള്ളം കലകുമ്പോൾ ആദ്യം ഇറങ്ങുന്നു അവരെ സൗഖ്യം പ്രാപിക്കും. ഇവൻ യേശു ക്രിസ്തു 33.5 വർഷമേ ലോകത്തിൽ ജീവിച്ചുള്ളൂ. അവൻ 38 വർഷമായി അവിടെ കിടക്കാൻ തുടങ്ങി. എൻ്റെ യേശു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ കിടക്കാൻ തുടങ്ങിയതാണ്. അവനോട് ചോദിച്ചു, യേശു അവിടെ ചെന്ന് അവനോട് ചോദിക്കാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്വാമി, വെള്ളം കലങ്ങുമ്പോൾ എന്നെ ആരും ഇറക്കാനില്ല, എനിക്കാരുമില്ല. നമ്മൾ പലപ്പോഴും പറയും, എനിക്കാരുമില്ല. നമുക്കൊരുവനുണ്ട് മക്കളെ, നമുക്കൊരുവനുണ്ട്. അവനാണ് നമ്മുടെ യേശു. അവൻ രാജാതിരാജനാണ്. അവൻ വലിയ ഡോക്ടറാണ്. അവൻ സകലത്തിന് സകലവുമാണ്. എല്ലാ നാമത്തിലും മേലാത്ത നാമമാണ് എൻ്റെ യേശുവിൻ്റെ നാമം. ആ യേശു നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കാരുമില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ ദൈവ പൈതലാണെങ്കിൽ, ഒരു ദൈവമകനും ദൈവമകളും ആണെങ്കിൽ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. എന്ത് രോഗം വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നീ താളടിയായി പോകാൻ ദൈവം വിടത്തില്ല. നീ താളടിയായി പോകുന്നത് നീ ദൈവത്തെ അറിയാത്തത് കൊണ്ടും നീ ദൈവമകളല്ലാത്തത് കൊണ്ടും ദൈവമകനല്ലാത്തത് കൊണ്ടുമാണ് നീ താളടിയായി പോകുന്നത്, നീ തോറ്റു പോകുന്നത്. ഒരിക്കലും നീ തോറ്റു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ബലം പ്രാപിക്കണം. ദിവസത്തിന് ദിവസം, നിമിഷത്തിന് നിമിഷം നമ്മൾ ബലം പ്രാപിക്കുന്നവരായിരിക്കണം. ബലം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വചനം ആരാണ്? ദൈവമാണ്. ആ വചനം നമ്മുടെ വായിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ 38 വർഷക്കാലമായി അങ്ങനെ അവന് സൗഖ്യം പ്രാപിച്ച അവൻ അവിടുന്ന് അവൻ്റെ കിടക്കയും എടുത്തോണ്ട് പോയി. അവനോട് എന്നതാ ദൈവം പറഞ്ഞത്? ഇനിയും തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുത്. അവൻ്റെ പാപവും ദൈവം രക്ഷിച്ചു. അവൻ്റെ പാപത്തിൽ നിന്നും അവനെ വിടുവിച്ചു. പ്രിയ മക്കളെ, നമുക്ക് രോഗമുണ്ടാകുന്നത്, കൂടുതലും രോഗമുണ്ടാകുന്നത് പാപം മുഖാന്തരമാണ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ചെറിയ പ്രായം മുതൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ നിന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല, നിന്റെ ഭർത്താവിന് അറിയത്തില്ല, നിന്റെ മക്കൾക്ക് അറിയത്തില്ല, നിന്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല, നിന്റെ സ്നേഹിതന്മാർക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. നിനക്കറിയാം, ദൈവത്തിനും അറിയാം. ദൈവസന്നിധിയിൽ എത്ര കടിഞ്ചുവപ്പായ പാപങ്ങളും ഹിമം പോലെ വെളുപ്പിക്കാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ കരഞ്ഞു പ്രാർത്ഥിക്കണം. കരഞ്ഞു പ്രാർത്ഥിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ്റെ രക്തത്താൽ നിന്നെ കഴുകി. നീ കൊല ചെയ്ത വ്യക്തിയായിരിക്കാം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് നീ. അതെല്ലാം ദൈവം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത്. നീ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിയത്, നീ ഒരു പാറയിൽ കയറിയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിയത് ഇല്ല. നിന്റെ വീട്ടില് ആരുമില്ലാത്ത സമയം നോക്കി രാത്രിയാമങ്ങൾ കണ്ണുനീരൊഴുക്കി നീ കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നോട് ദൈവം ക്ഷമിക്കുമോ? ക്ഷമിക്കും മക്കളെ.
ക്ഷമിക്കും, തീർച്ചയായിട്ടും ക്ഷമിക്കും. ഇനി ഒരു വാക്യം നമുക്ക് നോക്കാം. ലൂക്കോസ് 7-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യം. അതിൽ 47-ാമത്തെ വാക്യം, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സീമോന്റെ വീട്ടിൽ ആഹാരം കഴിക്കുവാനായിട്ട് വിളിച്ചു. അവിടെ അനേകർ കൂടിയിരുന്നു. യേശു ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു പാപിയായ സ്ത്രീക്ക്, അവള് ദുരാചാരിയായ സ്ത്രീയാണ്, പാപിയാണ്. ആ പാപിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു നിന്ന് കരയുവാൻ തുടങ്ങി. അവള് കരഞ്ഞ് കരഞ്ഞ് അവിടെ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി. അവിടെ മുടി കൊണ്ട് പാദം തുടച്ചു. എന്നിട്ട് ആ പാദത്തിൽ അവൾ എന്ത് ചെയ്തു? ഒരു ഭരണി സുഗന്ധദ്രവ്യം പൊട്ടിച്ച് കാലും മേലെ ഒഴിച്ചു. ഉടനെ ആൾക്കാരെല്ലാം അവിടെ നിരുന്നുകൊണ്ട് പറയാ, ഈ സ്ത്രീ ആരാണെന്ന്, ഇവൻ വലിയ പ്രവാചകനല്ലേ, ഈ സ്ത്രീ ആരാണെന്നറിയാമോ? ഇവനെ തൊടുന്നത് കണ്ടില്ലേ? തൊട്ടിട്ട് ഇവൻ അനങ്ങാതിരിക്കുന്നല്ലോ. അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിൽ പറയുന്നു. ഉടനെ ദൈവം ശീമോനോട് ചോദിക്കുന്നു, 500 കടം ഒരാൾക്കുണ്ട്, ഒരാൾക്ക് 50 കടമുണ്ട്. ആ 500 രൂപ ഞാൻ ഇളച്ചു കൊടുത്തു, 50 രൂപയും ഇളച്ചു കൊടുത്തു. ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? 500 രൂപ ഇളച്ചു കൊടുത്തവൻ കൂടുതൽ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. ഉടനെ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു. പ്രൈസ് ദി ലോർഡ്. തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ കരയണം. കണ്ണുനീർ തൂവുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ എത്ര കടിഞ്ചുവപ്പായ പാപങ്ങളും ഹിമം പോലെ വെളുപ്പിക്കാൻ ശക്തവാനായ ദൈവമാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം. അയ്യോ, ഞാൻ ഇത്രയെല്ലാം പാപം ചെയ്തതാണ്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു വ്യക്തിയോട് ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരുത്തനിപ്പം സ്വർഗത്തിന്റെ വലത്തുഭാഗത്ത്, ഇപ്പം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കാവുന്നതും കണ്ട് അവൻ ആഗ്രഹിക്കുന്നേ, അവൻ 2 പേരുടെ ജീവൻ എടുത്തതാ ഒരു നിമിഷം വളരെ ഇന്നും പറഞ്ഞ് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാനുണ്ടെ പറഞ്ഞു, മകളെ, അവൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പോകും. കാരണം അവൻ അതുപോലെ പാപം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ദൈവമകനായി ജീവിക്കുകയും ദൈവവാക്യം ഇപ്പോൾ അവൻ അനേകരോട് പ്രഘോഷിക്കുകയും, അവന് ബൈബിൾ കോളേജുണ്ട്, വൃത്താശ്രമമുണ്ട്, അനാഥമന്ദിരമുണ്ട്, അവൻ എല്ലാം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ദൈവം അവൻ തീർച്ചയായിട്ടും ദൈവസന്നിധി പോകും. പോകത്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ യോഗ്യതയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഏത് കടിഞ്ചുവപ്പായ പാപങ്ങളും ഹിമം പോലെ വെളുപ്പിക്കാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? കരഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. കർത്താവേ, നീ ഛർദ്ദിച്ചു കഴിഞ്ഞേച്ച് പിന്നെ അത് തിരിച്ച് തിന്നാൻ പോകരുത്. നീ ഒരു പ്രാവശ്യം ഏറ്റു പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞ് നീ പിന്നെ അത് ആവർത്തിക്കാൻ പോകരുത്. നീ ഒരു ദൈവ പൈതലായിട്ട് തന്നെ ജീവിക്കണം. വചനത്തിൽ വേരൂന്നി വളരണം. വചനം നിന്റെ കാലിനും ദീപവും പാതയ്ക്ക് പ്രകാശമായിരിക്കണം. എങ്കിൽ മാത്രമേ നിന്റെ പാപം ദൈവം ക്ഷമിക്കത്തുള്ളൂ. അങ്ങനെ എൻ്റെ കാൽ പൂശി, തൈലം പൂശി, ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. 47-ാമത്തെ വാക്യം ഞാൻ ഈ വായിച്ചത്. ഇപ്പം 50-ാമത്തെ വാക്യം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, ആ പാപിയായ സ്ത്രീയുടെ അവിടെ വിശ്വാസം കണ്ട്
അവിടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു കൊടുത്തു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ സമാധാനത്തോടെ പോയി. അവിടെ പാപമെല്ലാം ദൈവം ക്ഷമിച്ചില്ലേ? തീർച്ചയായിട്ടും ക്ഷമിക്കും. ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പ്രിയ മക്കളെ, നീ എത്ര പേരോടെ നീ ഇരുട്ടിൽ നിന്നും വെളിച്ചത്ത് വന്ന ഒരു വ്യക്തിയാണ്. നീ എത്ര പേർക്ക് വെളിച്ചം കാണിക്കുന്നുണ്ട്? എത്ര പേർക്ക് വെളിച്ചം കാണിക്കുന്നുണ്ട്? ആ വെള്ളം, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഞാൻ തരുമെന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളത്തിന് വേണ്ടി അവൾക്ക് പെട്ടെന്ന് ദാഹമുണ്ടായി. അവിടെ പാപമെല്ലാം ദൈവം ക്ഷമിച്ചു. അവൾ ഓടി നടന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടുവാണ്. കത്തൽ, നീ ഇരുട്ടത്തിരിക്കാതെ വെളിച്ചത്ത് വാ, നീ വെളിച്ചത്ത് വാ. യേശു എന്ന ഒരാൾ വന്നിരിക്കുന്നു, അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നിന്റെ കാര്യവും പറയും, വാ വാ എന്ന് പറഞ്ഞു. പ്രിയ സഹോദര സഹോദരി, നിന്റെ വീട്ടിൽ ജോലിക്കാർ വരുന്നുണ്ട്, നിന്റെ പറമ്പിൽ ജോലിക്കാർ വരുന്നുണ്ട്. നീ എത്ര പേരോട് സുവിശേഷം പറയുന്നു? അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുപോവാ. അവർ ദൈവസന്നിധിയിൽ വരട്ടെ. ഈ ദാഹിക്കാത്ത വെള്ളം, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം, ആ വെള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ടത്. അത് പരിശുദ്ധാത്മാവിന്റെ നീരൊഴുക്ക്. ആ നീരൊഴുക്ക് നമ്മുടെ തലയിൽ വീണ് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. ആത്മദാഹം നമുക്ക് വർദ്ധിക്കുകയാണ്. യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെ അതിനു വേണ്ടിയാണ്. ആ ശക്തി നമുക്ക് വേണം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നവരെയും നീ അവിടെ തന്നെ ഇരിക്കാനാ പറഞ്ഞത് കർത്താവ് ശിഷ്യന്മാരോട്. ആ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ ഈരണ്ടായിട്ട് ലോകം മുഴുവനും പോയി സുവിശേഷം അറിയിക്കണം. നമ്മൾ വെറുതെ ഇരിക്കരുത്, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നവരായിരിക്കണം. നീ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചുവെങ്കിൽ മറ്റുള്ളവരെ കൂടെ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നവളാക്കി തീർക്കണം. ഇരുട്ടത്തിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൻ കീഴിലോ അല്ലല്ലോ വെക്കുന്നത്, അത് തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ശോഭിപ്പിക്കുകയാണ്. അനേകർക്ക് ആ വെളിച്ചം കാണിക്കണം, വെളിച്ചം കാണണം. നമ്മുടെ കേരളത്തില് ഇപ്പൊ എന്തെല്ലാമാണ് നടക്കുന്നത്? പേടിയാകുക, ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് ഭയപ്പെടുകയാണ്. എന്തെല്ലാമാണ്. ഒരു രാജ്യത്തും ഇതുപോലെ ഇല്ലെന്നാ തോന്നുന്നത്. അതുപോലെയാണ് നടക്കുന്നത്. പ്രിയ മക്കളെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരും ആയിരിക്കണം. പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. കർത്താവായ യേശു ക്രിസ്തു വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഈ ലോകത്തില് അവർക്ക് ഒരുവിധപ്പെട്ട 100% ബുദ്ധിയില്ല. യേശു ആരാണ്? ഇന്നും യേശുവിനെ ചീത്ത വിളിച്ചും വഴക്കുണ്ടാക്കി യേശു അങ്ങനത്തനാണ്, ഇങ്ങനത്തനാണ്, ഫോറിൻകാരുടെ ദൈവമാണ്, കീഴ്ജാതിയുടെ ദൈവമാണ്, എന്തെല്ലാമൊക്കെയാണോ ഇവിടൊക്കെ പറയുന്നത്. കേട്ടാൽ സഹിക്കാനും ക്ഷമിക്കാനും പറ്റത്തില്ല. അവർക്ക് വേണ്ടി ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി ഫോൺ ചെയ്തു. എൻ്റെ ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റിയുടെ കൂടെ പറഞ്ഞു, ഇതിൻ്റെ ചെവി കൈയിട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടാണോ നിങ്ങൾ എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ചെവി കേട്ടു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക, വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ്. ദൈവമേ, സ്തോത്ര കർത്താവേ, കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാർത്തുവാരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പ പരിശുദ്ധാത്മനെ നീ ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് തൊടണമേ. എത്രയോ ജനങ്ങൾ ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ലാതെ കഴിയുന്നപ്പ നീ അവർക്ക് ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. കർത്താവേ, കാൻസർ രോഗത്താല്
പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ, കർത്താവെ കോൾ ബ്ലാഡർ കല്ല്, കർത്താവെ കിഡ്നിಯಲ್ಲಿ കല്ല്, അങ്ങനെ അനേക രീതിಯಲ್ಲಿ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ അവർക്ക് നീ സമാധാനത്തെ കൊടുക്കണമേ, ശാന്തിയെ കൊടുക്കണമേ. ഇപ്പോൾ തന്നെ തൊടണമേ, പരിശുദ്ധാത്മനെ തൊടണമേ. സ്വർഗം തന്റെ സിംഹാസനം, ഭൂമി തന്റെ പാദപീഠവുമായിരിക്കുന്ന യേശുവിന്റെ കരവിത നിങ്ങളുടെ മേലെ വരുന്നു. യേശുവിന്റെ കരവിത നിങ്ങളുടെ മേലെ വരുന്നു. ആണിപ്പാടുള്ള കരം, ആ രക്തം ചൊരിഞ്ഞ കരവിത വരുന്നു. പരിശുദ്ധാത്മനെ തൊടണമേ, പരിശുദ്ധാത്മനെ തൊടണമേ കർത്താവേ. അപ്പ ക്രിസ്ത വിരോധികളെ നീ അവിടുന്ന് കർത്താവെ മുട്ടണമേ അപ്പ. അവർ സത്യദൈവത്തെ കാണുവാന്, ജീവിക്കുന്ന ദൈവത്തെ കാണുവാൻ നീ ഇടയാക്കണമേ അപ്പ. കർത്താവെ ഈ പാപികളാതെ ഞങ്ങളെ രക്ഷിക്കാനാണല്ലോ നീ ലോകത്തിലേക്ക് വന്നതപ്പ. രക്ഷിക്കപ്പെട്ടവരെ അനേകരെ ആ ഇരുട്ടത്തൊന്നും വെളിച്ചത്ത് കൊണ്ടുവരുന്നവരാക്കി തീർക്കണമേ അപ്പ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. കൈവിടല്ലപ്പ. സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പ, എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൻ സ്തോത്ര. നിന്റെ വരവിങ്കൽ പ്രത്യാശയോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ അപ്പ. നീ വരുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നൊരു ശബ്ദം കേൾപ്പാൻ ഇടയാകുന്നപ്പ. ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിപ്പോയെന്ന് പറയുവാൻ നീ സമ്മതിക്കല്ലപ്പ. കർത്താവേ നീ പ്രവർത്തിക്കണമേ, നീ പ്രവർത്തിക്കണമേ കർത്താവേ. സാലോമന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.